വെൽക്കം ബാക്ക് ടു തബീദാസ് തോട്ട്സ്. ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചു. ബുക്കിൻ്റെ പേര് അനുഗ്രഹത്തിൻ്റെ ഉറവിടമെന്നാണ്. ഇതിൻ്റെ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് സൈമൺ വർഗീസ് എന്നാണ്. ഈ ബുക്ക് വായിച്ചപ്പോൾ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം അധ്യായം 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ എഴുതിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഈ ഒരു ബുക്ക് അദ്ദേഹം എഴുതിയത് 1995 1995 എഴുതിയ പുസ്തകം പബ്ലിഷ് ചെയ്തത് 2012 അതിനിടയ്ക്ക് 6 തവണയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ ബുക്കിൻ്റെ കണ്ടൻറ്റുകൾ മിസ്സായിപ്പോയത്. 6 വട്ടം അദ്ദേഹം എഴുതി വെച്ചിരുന്നു, അത് മിസ്സായിപ്പോയി. അതിനുശേഷം ഫൈനലി പല രീതിയിൽ ഇതിനെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കി, വീണ്ടും എഴുതി, അതൊക്കെ മിസ്സായിപ്പോയി. അതിനുശേഷം 2012 അദ്ദേഹം ചിന്തിച്ചു, ഇനിയിപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ ദൈവത്തിന് പോലും ഇഷ്ടമുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു ബുക്ക് എഴുതുന്നത് എന്നൊക്കെ ചിന്തിച്ച് മടുത്തിരുന്നു. വീണ്ടും അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതി അതിനെ 2012 പബ്ലിഷ് ചെയ്തു. ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ പല സാഹചര്യങ്ങളുണ്ട്. പലതും ചെയ്തിട്ട് ഫ്ലോപ്പായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പലതും തുടങ്ങിയിട്ട് സ്റ്റക്കായി നമ്മൾ പല സ്ഥലത്തും നിന്ന് പോകാറുണ്ട്. ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇനി ഉത്സാഹിക്കേണ്ട, ചിലപ്പോൾ ഇത് ദൈവത്തിനൊന്നും ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മൈൻഡ് ഔട്ട് ആകുന്ന സിറ്റുവേഷൻസ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞുകുട്ടി, ആ കുഞ്ഞുകുട്ടി ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ പലവട്ടം വീണു ഞാൻ നടക്കുന്നില്ല എന്ന് ഓർത്ത് മടുത്തിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റർക്ക് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളാണുള്ളത്. നമ്മുടെ ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്, ഓരോ വ്യക്തികളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ഇരട്ടി ശക്തിയോടുകൂടി നമ്മൾ എഴുന്നേൽക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഇനി നമ്മുടെ മുൻപോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് അത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഇത്രയും നാൾ സംഭവിച്ചതുപോലെയല്ല. ഇനി എന്താണോ എക്സൈറ്റ് ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം, നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഡെസ്റ്റിനിയിൽ എത്തുക മീൻസ്, ഫോർ എക്സാമ്പിൾ, ഓട്ടപ്പന്തയത്തിലേക്ക് പുറകിൽ ഓടുന്നവർ എവിടം വരെ എത്തി എന്നവർ തിരിഞ്ഞു നോക്കാറില്ല. അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന വ്യക്തികൾ എന്താണ് ചിന്തിക്കുന്നത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എത്രത്തോളം ഓടണം എന്നൊന്നും ചിന്തിച്ച് സ്റ്റക്കാകാറില്ല. സ്റ്റക്കായാൽ അവിടെ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഓടുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, ഓട്ടപ്പന്തയത്തിൽ ഫെയിലാകും, അല്ലെങ്കിൽ തൻ്റെ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ സാധിക്കില്ല. ഫെയിലാകുക മാത്രമല്ല, തൻ്റെ സ്പീഡിന് അവിടെ വ്യത്യാസം സംഭവിക്കും. എന്ത് സംഭവിച്ചാലും ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മളും എന്തായിരിക്കണം, പലതും തുടങ്ങിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കണം, നമ്മളവിടെ എത്തുക തന്നെ ചെയ്യും. ആദ്യം നമ്മളെ വിശ്വസിക്കുക എന്നാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് മുൻകൈ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയതുപോലെ നമ്മുടെ ലൈഫും ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുവാനായിട്ട് ഇടയെത്തിരും. അപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടത് എപ്പോഴും നമുക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നതാണ്. മറ്റാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തണം. അതിനായിട്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താണ്ട് സാധിക്കട്ടെ. തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് തന്നെ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾ മുൻപിലേക്ക് ഓടുക. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്.